കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പ്രിമെൻസ്ട്രൽ സിംറ്റംസും അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ വരുന്ന സിംറ്റംസും 7 തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ 8 തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ 8 തരത്തിലുള്ള ലക്ഷണങ്ങളും പീരിയഡ്സ് ആകുമ്പോൾ എങ്ങനെയുണ്ടാകും, പ്രഗ്നൻസി ആണെങ്കിൽ എങ്ങനെയുണ്ടാകും എന്ന വിഷയത്തെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രിമെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്നത് ഓരോ സ്ത്രീകളും ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റം ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോലെ പ്രിമെൻസ്ട്രൽ പീരിയഡ്സ് ആകുന്നതിന് മുൻപ് വരുന്ന ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ നമുക്ക് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളുമായിട്ട് കറക്റ്റായിട്ട് മാച്ചിൽ പോകുന്ന ലക്ഷണങ്ങളായിരിക്കും ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസിലും ഉണ്ടാകുന്നത്. സാധാരണ പീരിയഡ്സ് ലക്ഷണങ്ങളും അതുപോലെ തന്നെ പ്രഗ്നൻസി ലക്ഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് തുടങ്ങിയിട്ട് ഒരു 2-3 ദിവസത്തിനകം നമുക്ക് എന്തായാലും ബ്ലീഡിങ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായാലും നമുക്ക് ബ്ലീഡിങ് ഉണ്ടാകും. പക്ഷേ പ്രഗ്നൻസി ലക്ഷണങ്ങൾ അങ്ങനെയല്ല, നമുക്ക് പ്രഗ്നൻ്റ് ആയിട്ടൊരു 3 മാസം വരെയൊക്കെ ഈ ലക്ഷണങ്ങളെല്ലാം നിലനിൽക്കും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രിമെൻസ്ട്രൽ സിംറ്റംസിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ബ്രസ്റ്റ് പെയിൻ എന്നുള്ളത്. ഈ ബ്രസ്റ്റിൽ പെയിൻ നമുക്ക് ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നു. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ് ഒരു കട്ടിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാനും പ്രഗ്നൻസി ആവുന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ എഗ്ഗും സ്പേമും തമ്മിൽ ജോയിൻ ആയിട്ട് ആ ഒരു എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് കൂടി വരുന്നത്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് നിങ്ങളുടെ ശരീരത്തിൽ കൂടിയിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആയിട്ടില്ല, നമുക്ക് ഇംപ്ലാന്റേഷൻ നടന്നിട്ടില്ല എങ്കിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് അവിടെ കുറയും. ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അളവ് അവിടെ കുറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റമായിട്ട് ബ്രസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത്. പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ട് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട് അവരുടെ ബ്രസ്റ്റിൽ കല്ലപ്പ് ഉണ്ടാകുന്നു, തൊടുമ്പോൾ തന്നെ വേദന അനുഭവപ്പെടുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട്. ദെൻ നമുക്കിതുണ്ടാവുന്നത് പീരിയഡ്സ് ആയിട്ട് ഒരു 1-2 ദിവസം, 2 ദിവസമൊക്കെ മാക്സിമം കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ വേദന പോകും. ഏകദേശം ഒരു പീരിയഡ്സ് ആകുന്നത് വരെ ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് നമ്മുടെ പീരിയഡ്സ് ആകുക എന്നുള്ളതാണ്. ഇനി പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ബ്രസ്റ്റ് പെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് പ്രഗ്നൻസിയിലുണ്ടാകുന്ന ബ്രസ്റ്റ് പെയിൻ. നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോണും അതുപോലെ തന്നെ HCG ഹോർമോണും കൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിങ്ങനെ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടി വരുമ്പോഴേക്കും നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഏരിയയിൽ നമ്മുടെ കളറ് മാറിയിട്ട് ബ്ലാക്ക് ആകുന്നു. അതുപോലെ തന്നെ ബ്രസ്റ്റിന് ചുറ്റുമുള്ള ഗ്രീൻ കളറിലെ ഞരമ്പുകളൊക്കെ തെളിഞ്ഞ് വരുന്നു. ബ്രസ്റ്റിലെ കല്ലപ്പ് കൂടി വരുന്നു. ബ്രസ്റ്റ് ഒന്ന് എൻലാർജ് ആകുന്നത് പോലെ, അതായത് സൈസ് ഒന്ന് കൂടുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ ഒരു 2-3 മാസമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലക്ഷണം തുടങ്ങിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു 1.5 ആഴ്ച കഴിഞ്ഞിട്ടോ ബ്ലീഡിങ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് മൂഡ് സ്വിങ്സ് ആണ്. മൂഡ് സ്വിങ്സും ഇതുപോലെ തന്നെ നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റംസിലും അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും ഉണ്ടാകുന്നുണ്ട്. ഈ മൂഡ് സ്വിങ്സ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ഹോർമോണൽ വ്യതിയാനം കൊണ്ടിട്ടാണ്. നമുക്ക് ആ ഒരു പീരിയഡ്സ് തുടങ്ങാറാകുന്ന സമയത്ത് അപ്പാടെ നമ്മുടെ ഹോർമോണിൽ വ്യത്യാസം വരുന്നു, കൂടിക്കൊണ്ടിരുന്ന ഹോർമോണുകൾ കുറയുന്നു. അങ്ങനെ വരുന്ന ആ ഒരു അവസരത്തിൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നു. മൂഡ് സ്വിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നു. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, പെട്ടെന്ന് സങ്കടം വരുന്നു, പെട്ടെന്ന് കരച്ചിൽ വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. പീരിയഡ്സ് ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു മൂഡ് സ്വിങ്സ് ഒരാഴ്ച മുമ്പൊക്കെ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ അത് അവസാനിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് തന്നെ അത് അവസാനിക്കുന്നത് ബ്ലീഡിങ്ങിലായിരിക്കും. ഇനി അങ്ങനെയല്ല നിങ്ങൾ പ്രഗ്നൻ്റ് ആണ് എങ്കിൽ തുടക്കത്തിലേ പറഞ്ഞ പോലെ നമുക്ക് ഒരു പ്രഗ്നൻസിയുടെ 2 മാസമോ 3 മാസമോ ഫസ്റ്റ് ട്രൈമസ്റ്ററോ ചിലർക്കൊക്കെ ഫുൾ ആ ഒരു ടൈം വരെ ഈ ഒരു പ്രവർത്തനം ഉണ്ടാകും, ഈ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ടാകും കേട്ടോ. അടുത്തതെന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടിട്ട് തന്നെയാണ് ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് ഉണ്ടാകുന്നത്. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് നമുക്ക് വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റമിൽ ഇതുണ്ടാകുന്നത് നമ്മുടെ ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ടാണെങ്കിൽ പ്രഗ്നൻസിയിൽ ഇത് സംഭവിക്കുന്നത് നമ്മുടെ ഡൈജഷൻ സ്ലോ ആകുന്നത് കൊണ്ടാണ്. നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനം കൂടുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ബാക്കി ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാത്തിനും ഉപരിയായിട്ട് മാൻഡേറ്ററി ആയിട്ട് പോകുന്നത് ഈ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യമാണ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഹെൽത്താണ്.
അങ്ങനെ വരുന്ന ആ ഒരു സമയത്ത് ഈ എംബ്രിയോനെ കാത്ത് സൂക്ഷിച്ച് അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴേക്കും ഒബ്വിയസ്ലി നമ്മുടെ ഡൈജഷൻ, അതായത് നമ്മുടെ ദഹന പ്രക്രിയ ഒന്ന് സ്ലോ ആകുന്നു. ഈ ദഹന പ്രക്രിയ സ്ലോ ആകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നു. വയറ്റിൽ നിന്ന് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ട്, കട്ടിയായിട്ട് ഉണ്ട പോലെ ബ്ലാക്ക് കളറിലൊക്കെ സ്റ്റൂള് നിങ്ങൾക്ക് പോകുന്നു. ഇത് ഉണ്ടാകുന്നത് നമുക്ക് പ്രഗ്നൻസിയുടെ ഫുൾ ടൈം നമുക്കിത് ഉണ്ടാകും. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാകും. അതുകൂടാതെ നമ്മൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ അയൺ മെഡിസിൻ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കിങ്ങനെ ബ്ലാക്ക് ആയിട്ടുള്ള ഡാർക്ക് കളറിലെ സ്റ്റൂള് പോകും. നിങ്ങൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ നിങ്ങൾ ബ്ലാക്ക് കളറിലെ സ്റ്റൂള് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുഷ് ചെയ്യരുത്. പുഷ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരാണത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ, വയറ്റിൽ നിന്ന് മലം പോകാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പുഷ് ചെയ്യരുത്. പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാകും. കാരണം പ്രഗ്നൻ്റ് ആയിട്ടുള്ള എല്ലാ ലേഡീസിനും, ഒട്ടുമിക്ക സ്ത്രീകൾക്കും പൈൽസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ബെല്ലി വളരുന്നതിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ വയറ് വളർന്നു വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തായാലും പൈൽസ് ഉണ്ടാകും. അതിൻ്റെ കൂടെ നമ്മൾ തുടക്കത്തിൽ ഇങ്ങനെ മുക്കി നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പൈൽസ് ഒന്നും കൂടി ഭീകരമായിട്ട് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക കേട്ടോ. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ്. ഈ ക്ഷീണവും നമുക്കുണ്ടാകുന്നത് ഹോർമോണൽ വ്യതിയാനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ്. പ്രിമെൻസ്ട്രൽ സിംറ്റമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നതെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് എന്തായാലും പീരീഡ് ആകും. നിങ്ങൾക്ക് എന്തായാലും ബ്ലീഡിങ് പ്രിമെൻസ്ട്രൽ സിംറ്റമിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾക്കത് പ്രഗ്നൻസി ആയിരിക്കും. ഉണ്ടായിട്ടില്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അടുത്തത് സ്പോട്ടിംഗ് ആണ്, അല്ലെങ്കിൽ ബ്ലീഡിങ്. സാധാരണ ഒട്ടുമിക്ക സ്ത്രീകളിലും പീരിയഡ്സ് ആകുന്നതിന് മുൻപായിട്ട് 1-2 ദിവസത്തിന് മുൻപായിട്ട് ബ്രൗൺ കളറിലുള്ള ഡിസ്ചാർജ് ഉണ്ടാകും. ഈ ബ്രൗൺ കളറിലുള്ള ഡിസ്ചാർജ് പൊതുവെ നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ കഴിഞ്ഞ പീരിയഡ് സൈക്കിളിൽ പോയി തീരാത്ത ബ്ലഡ് ഒരു ജസ്റ്റ് ഒന്ന് പോയി തീരുകയാണ് ഈ ഒരു പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നത്. നമ്മൾ പേടിക്കേണ്ട ഒരു തരത്തിലുള്ള ഒരു ആവശ്യമില്ല കേട്ടോ. ഡാർക്ക് ബ്രൗൺ ആയിട്ട് നമ്മുടെ പഴമക്കാർ പറയുന്നത് അഴുക്ക് പോകുന്നതാണെന്ന് പറയും. കൃത്യം ആ ഒരു അഴുക്കിൻ്റെ കളറിൽ തന്നെയുള്ള ബ്ലഡ് ആയിരിക്കും, ആ ഒരു ഡിസ്ചാർജ് ആയിരിക്കും ആ പോകുന്നത്. കാരണം കട്ട കറുപ്പായിട്ടുള്ള അല്ലെങ്കിൽ കട്ട ബ്രൗൺ ആയിട്ടുള്ള കളറായിരിക്കും ആ പോകുന്നതിന് നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് കൂട്ടാം. പ്രിമെൻസ്ട്രൽ സിംറ്റം വന്നിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഇനി ഇംപ്ലാന്റേഷൻ സമയത്ത് നിങ്ങൾക്ക് ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്പോട്ടിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതാണ് പ്രഗ്നൻസിയിൽ നമുക്ക് സംഭവിക്കുന്ന സ്പോട്ടിങ്ങോ അല്ലെങ്കിൽ ബ്ലീഡിങ്ങോ. ഇത് ലൈറ്റായിട്ടുള്ള പിങ്ക് കളറിൽ പോകുന്ന ബ്ലഡ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് നല്ല തെളിഞ്ഞിട്ടുള്ള കളറിൽ പോകുന്ന ബ്ലഡ് ആയിരിക്കും. ഇത് നമുക്ക് അധികം ദിവസമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കഷ്ടി ഇടയ്ക്കിടയ്ക്ക് മാത്രം വന്ന് നമുക്കതങ്ങ് പോകും. ദെൻ ഇതിന് ശേഷം നമുക്ക് കൂടുതൽ ഹെവി ആയിട്ടുള്ള ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവില്ല. ഇംപ്ലാന്റേഷനാണ് നടന്നതെങ്കിൽ നേരെ മറിച്ച് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളായിരിക്കും കൂടി വരുന്നത്. ആറാമത്തേന്ന് പറയുന്നത് ക്രാമ്പിംഗ് ആണ്. ക്രാമ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ വയറിനൊരു വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. ചിലപ്പോൾ ഇതുപോലെ തന്നെ പീരിയഡ്സ് ആകാൻ പോകുന്ന ഒരു വേദന വരും, പിന്നീട് ആ വേദന കൂടി വരും. സാധാരണ നമുക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് വേദന ഉണ്ടാവാറുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോ കുത്തി കൊളുത്തി വലിക്കുന്നത് പോലെ നമുക്ക് വേദന ഉണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് ആകാൻ പോകുന്നത് പോലെയുള്ളൊരു വേദന ഉണ്ടാകും. നമുക്ക് പീരിയഡ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു വേദന അനുഭവപ്പെടില്ലേ, അത് ഭയങ്കര ഹെവി ആയിരിക്കില്ല, പക്ഷേ ഒരു വേദന നമുക്ക് ഉണ്ടാകും. ഇതേപോലെയുള്ള ആ ഒരു വേദന തന്നെ നിലനിന്ന് പോകുന്നതാണ് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകുമ്പോഴോ ഉണ്ടാകുന്നത്. പക്ഷേ പ്രിമെൻസ്ട്രൽ സിംറ്റമിലാണ് നിങ്ങൾക്കിത് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വേദന കൂടി വരികയുള്ളൂ. അതിൻ്റെ ഡെപ്ത് നമുക്ക് കൂടും. ഒരു തവണ നമുക്ക് ലൈറ്റായിട്ടാണെങ്കിൽ പിന്നെ അത് കൂടി വന്ന് നമുക്ക് ബ്ലീഡിങ് ആയി പോകും. അതാണ് ആ ക്രാമ്പിങ് രണ്ടെണ്ണവും തമ്മിലുള്ള വ്യത്യാസം. അടുത്തതെന്ന് പറയുന്നത് ഹെഡേക്കും അതുപോലെ തന്നെ ബാക്ക് പെയിനും. നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. ഇംപ്ലാന്റേഷൻ വേദന നമുക്ക് വയറിൽ മാത്രമല്ല ബാക്ക് പെയിനായിട്ട് നമ്മുടെ നട്ടെല്ലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇംപ്ലാന്റേഷൻ പെയിൻ നമുക്ക് പ്രിമെൻസ്ട്രൽ സിംറ്റമായിട്ടും അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്തും കാണപ്പെടാറുണ്ട്. നമുക്ക് ആ വേദനയുടെ ഡെപ്ത് എന്തോരമുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ആ വേദന കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബ്ലീഡിങ് എപ്പോഴാണ് വരുന്നതെന്നും കൂടി ശ്രദ്ധിക്കാം. എട്ടാമത്തേന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വരിക, എന്തെങ്കിലും ഭക്ഷണത്തോട് കൂടുതൽ ഇഷ്ടം തോന്നുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഭക്ഷണത്തോട് കൂടുതലും മടുപ്പ് തോന്നുക. ഇതെപ്പോഴും നമുക്ക് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയിലും ഉണ്ടാകും, അതുപോലെ പ്രിമെൻസ്ട്രൽ സിംറ്റംസിലും ഉണ്ടാകാറുണ്ട്. ഇത് രണ്ടും കോമൺ ആയിട്ട് വരുന്നൊരു കാര്യമാണ്.
സാധാരണ നമുക്ക് ആ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ത്രൂ ഔട്ട് ആ 10 മന്ത്സ് വരെ നമുക്കത് ഉണ്ടാകും. പക്ഷേ പ്രിമെൻസ്ട്രൽ സിംറ്റം ആണെങ്കിൽ നമുക്കത് ബ്ലീഡിങ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് അവസാനിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. പകുതി മുക്കാൽ പേരും കമൻറ്റ് ഇടുന്നത് എല്ലാത്തിനും ഒരേ ലക്ഷണങ്ങൾ തന്നെയാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ള വഴി ഒന്നേ ഉള്ളൂ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത്. അതിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളൊരു പീരീഡ് മിസ്സായി കഴിഞ്ഞിട്ട് ഒരു 10 days ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ലക്ഷണങ്ങളൊന്ന് മുറുകി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 3 ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ബ്ലീഡിങ് ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല എങ്കിൽ, ഒട്ടും തന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ്ങോ സ്പോട്ടിങ്ങോ അങ്ങനെ ഒന്നും വരുന്നില്ല എങ്കിൽ അത് പ്രഗ്നൻസിയുടെ ലക്ഷണവും ആവാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രിമെൻസ്ട്രൽ സിംറ്റംസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നവർ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളത് എപ്പോഴും നെഗ്ലക്റ്റ് ചെയ്ത് വിടും. കാരണം ഓൾറെഡി ആ ലക്ഷണങ്ങളുള്ളതല്ല, ഇനി പ്രഗ്നൻ്റ് ആവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് വിടും. അങ്ങനെ നിങ്ങൾ വിടാതിരിക്കുക. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാലും ചിലപ്പോൾ അത് 1 മാസം നമുക്ക് ഉണ്ടാകുന്നത് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളാവാനും ഒക്കെ സാധ്യതയുണ്ട്. അങ്ങനെയും കൂടി നിങ്ങൾ പോസിറ്റീവായിട്ട് വിചാരിക്കുക. മാക്സിമം ടെൻഷനൊന്നുമില്ലാതെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ടെടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.